പ്രിയ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളിൽ എത്ര പേർ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്? അതായത് എനിക്ക് മുന്നോട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഞാനൊരു ആളുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവർ വളരെ ചുരുക്കം തന്നെയായിരിക്കും. അതിൽ ഭൂരിഭാഗം ആളുകൾ കാണും നമ്മളിപ്പം ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ജീവിക്കണമെന്നൊരാഗ്രഹം വരും. മനസ്സിനെ നിരാശകൾ കയറുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ജീവിതം തന്നെ ഒരു അസഹനീയമായി തോന്നുന്ന പല നിമിഷങ്ങളുമുണ്ടാകും. അപ്പോൾ ഞാനിപ്പം ഓർത്തെടുക്കുന്ന നമ്മുടെയൊക്കെ പഴയൊരു കാലത്തിലേക്കുള്ള തിരിച്ചു പോക്ക്. പഴയ കാലം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലമല്ല, കൗമാരകാലമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റേതായ ദിനങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതം, നമ്മളെ കുടുംബം യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് മനുഷ്യൻ അവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയും. കാരണം നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോടൊപ്പം ഇല്ലാത്തപ്പോഴും എല്ലാ ബാധ്യതകളും നമ്മുടെ തലയിലൂടെ കടന്നു പോകുമ്പോഴും മാനസിക സംഘർഷങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. പല രാത്രികളും ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ പല കുട്ടികളെ കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ. ഒരു വ്യക്തി ഒറ്റയ്ക്കാകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമങ്ങൾ നേരിടേണ്ടി വരും. ഉദാഹരണമായിട്ടൊരു ആസ്പത്രി വാസം തന്നെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് വേറൊരു ലോകത്തേക്ക്, നമുക്ക് വേണ്ടപ്പെട്ടവരില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കെല്ലാവരും ചിലപ്പോൾ കാണും, പക്ഷെ നമ്മളെ അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിക്കും, ആരാണോ നമുക്ക് വേണ്ടപ്പെട്ടവർ അവർ നമ്മുടെ അടുത്തില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഏറ്റവും വലിയ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവരെയൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് വിചാരിക്കും അച്ഛനുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മയുണ്ടല്ലോ, നമുക്ക് എന്താണ് അറിയേണ്ടത്. നമ്മളൊരച്ഛനും അമ്മയും ആകുമ്പോൾ നമ്മുടെ മക്കൾ അവർ ചിന്തിക്കും എനിക്കുണ്ടല്ലോ അച്ഛൻ അമ്മ. അപ്പം നമ്മളെന്ന് പറയുന്ന അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷം, കുട്ടികളെയൊക്കെ നോക്കുന്ന ആളുകൾ, അവരെ ഒറ്റയ്ക്കൊക്കെ നോക്കുന്ന ആളുകൾ വളരെ മാനസിക സംഘർഷങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. നമുക്ക് പറഞ്ഞുകൂടാൻ പറ്റത്തില്ല. അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ചെറിയ അസുഖങ്ങളാകട്ടെ, ഉറക്കമില്ലാത്ത രാത്രികൾ, നമ്മുടെ മനസ്സിൻ്റെ നിലകൾ മാറി സഞ്ചരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കാൻ ഒരുപാട് വലിയ രോഗമുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമ്മൾ അവരെയൊക്കെ തൊഴണ്ടേ എന്ന് എൻ്റെ മനസ്സിലൂടെ ഞാനിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയായിരുന്നു.